ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം മുഖമൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കണം. എന്നിട്ട് 5 മണിയാകുമ്പോൾ കേശു എഴുന്നേറ്റ് 5:30 കഴിഞ്ഞപ്പം തന്നെ ഞാനും എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ കുക്കിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് കൂട്ടാനും കൂടി ഉള്ളൂ. അപ്പം കുളിക്കാൻ പോവാണ്. ഇനി കുളിച്ചിട്ട് പൂവിടണം, കാശിനെ എഴുന്നേൽപ്പിച്ച് റെഡി ആക്കണം. ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. ഹസ്ബൻഡ് പോയി, ആൾക്ക് ഓഫീസിലെ ഓണ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പം മോനെ എന്നാണ് ലിറ്റിൽ ഷെഫിൻ്റെ കോമ്പറ്റീഷൻ. 8:45 എനിക്ക് അവൻ്റെ സ്കൂളിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തിരിച്ച് വാങ്ങിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ പൂവിടാനൊക്കെ ലേറ്റാവും, അല്ലെങ്കിൽ ലേറ്റാണ്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എന്നിട്ട് എല്ലാം ചെയ്തത്. പിന്നെ അവനെ റെഡി ആക്കണം. അപ്പോൾ ഇൻട്രോ ആയിട്ട് ഇത്ര ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ വേഗമുള്ളൊരു വ്ളോഗാണ്. ഇൻട്രോ എടുത്തതിന് ശേഷം വേഗം ചെയ്യുന്ന തുണികളൊക്കെ അലക്കാനിട്ട്, അപ്പോൾ മുകളിലുണ്ടായിരുന്ന തുണികളൊക്കെ എടുത്തു. അപ്പോൾ അവൻ്റെ യൂണിഫോം എടുത്തുകൊണ്ട് വന്ന് തേച്ചു. അപ്പോൾ യൂണിഫോമും പിന്നെ ലിറ്റിൽ ഷെഫിൻ്റെ ഡ്രസ്സ്, അതുപോലെ ഇന്ന് വെഡ്നസ്ഡേ ആയതുകൊണ്ട് അവന് സ്കൂളിൽ വരാൻ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് ഫുട്ബോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതുണ്ട്. അപ്പം അത് ഒക്കെ തേച്ച് അവനെ റെഡിയാക്കി സ്കൂളിൽ വിട്ടു. അതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് അവൻ്റെ സ്കൂളിലെ കോമ്പറ്റീഷന് വേണ്ട ഐറ്റംസൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് താണ്ടി പോവാണ്. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ പോവാണ്. അപ്പോൾ വണ്ടിക്കാണ് പോണത്. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ ഇത് കഴിയാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം തിരിച്ചു പോകുന്നു. മീൻ വാങ്ങിക്കാൻ കയറി. അപ്പം മീൻ വാങ്ങിച്ചിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. മീൻ വാങ്ങിക്കുമ്പോഴുള്ള കഥ ഞാൻ വഴിയേ പറയാം. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പൂവിടാനിരുന്നു. അതാണ്ട് പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞു പൂക്കളാണ് ഇന്ന് ഇട്ടത്. എന്താ വെച്ചാൽ എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. ഗ്യാസ് എടുക്കാൻ പോയി, അതിനിടയ്ക്ക് മീൻ കൊടുത്ത് ഗ്യാസ് എടുക്കാൻ പോയി. അതും കഴിഞ്ഞിട്ടാണ് പൂവിടാനിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ മൂക്ക് പനിയായത് കാരണം മോളിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളും എൻ്റെ കൂടെ പൂവിടാൻ കൂടി. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ പൂവിട്ടത്. അപ്പം ഇതാണ് നമ്മുടെ പൂക്കളം. പൂക്കൾ വളരെ കുറവായിരുന്നു. അത് കാരണം ഞാനൊരു കുഞ്ഞു പൂക്കളാണ് ഇന്ന് ഇട്ടത്. പിന്നെ എനിക്കിന്ന് ഭയങ്കര ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പം വേഗം പൂക്കളിട്ട് ഒതുക്കി ഇല എടുക്കാൻ അരിയാനൊന്നും നിന്നില്ല. അപ്പോൾ വൈകിട്ടായി നമ്മൾ ഔട്ട്ഡോറൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണായിട്ടുള്ള കുറച്ച് കളികളാണ്. അപ്പം എൻ്റെ കുഞ്ഞിച്ചക്കൻ്റെ കലാപരിപാടിയാണ് ഈ കാണുന്നത്. എല്ലാ തവണയും ഈ തുണി മുഴുവൻ വലിച്ചിടലാണ് മൂപ്പരുടെ പ്രധാന പരിപാടി. പിന്നെ എങ്ങനെ സഹായിക്കാം അത് മൊത്തത്തിൽ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പൂക്കളൊക്കെ ഒരു തട്ടിക്കൂട്ടൊരു കുഞ്ഞു പൂക്കളാണ്. മൊത്തം ഇന്നത്തെ ദിവസം എവിടെ ഇരിക്കാത്ത ഓട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അതാണ് നമ്മുടെ വീഡിയോ ഇത്ര ലേറ്റ് ആയത്. മറ്റൊന്നല്ല, രാവിലെ തന്നെ കാശിൻ്റെ സ്കൂളിൽ അത് കൊടുക്കാൻ പോയി. കൊടുത്തു കഴിഞ്ഞ് വരുന്ന വഴിക്ക് കറക്കി വാങ്ങിക്കാൻ പോയി. കറക്കി വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് ഒരു വണ്ടിക്കാരൻ, അയാൾ ലേറ്റായിട്ട് എന്തോന്ന് ഭയങ്കര സ്പീഡിലാണ് പോയത്. അപ്പം എൻ്റെ സ്കൂട്ടറിൻ്റെ എന്താ പറയുക, ഹാൻഡിൽ തട്ടിയിട്ട് അയാളെ വണ്ടി തട്ടി. പക്ഷെ എൻ്റെ വണ്ടി കുറയോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ സ്ലോയിലായത് കാരണം വീഴുകയും ചെയ്തു. ഞാനൊരു വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ വണ്ടി സ്ലോ ചെയ്തായിരുന്നു. അത് കാരണം ഞാൻ മറിഞ്ഞ് വീഴൊന്നും ചെയ്തില്ല. അയാളെ തട്ടിയിട്ട് എൻ്റെ കൈയുടെ തൊലി കുറച്ച് പോയി, ഇടത്തെ കൈൻ്റെ തൊലി കുറച്ച് പോയി. എന്നിട്ട് എൻ്റെ മീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീനിൻ്റെ കവർ പൊട്ടി മീൻ മൊത്തം റോഡിൽ പോയി. ഞാൻ പിന്നെയും തിരിച്ചു പോയി വേറെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ തന്ന മീൻ ഇവിടെ കൊടുത്ത് അപ്പം തന്നെ പോയിട്ട് പിന്നെ ഗ്യാസ് എടുക്കാൻ പോയി. എൻ്റെ കയ്യിൽ തന്നെവിടെ ഈ ചെക്കൻ്റെ പണി കേട്ടോ ഇത് മുഴുവൻ വലിച്ചിട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഗ്യാസ് ബില്ലടിക്കാൻ പോയി. ഗ്യാസ് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇവർക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അംഗനവാടിയിൽ നിന്ന് വിളി വരുന്നത്, പൊടി വാങ്ങിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ പോയി പൊടി വാങ്ങിക്കാൻ ചെന്നപ്പം നോർമലി ഇവരെ കൊണ്ടുപോകാറില്ല. ഇവരെ വെയിറ്റൊക്കെ നമുക്ക് മന്ത്ലി ആശുപത്രിയിൽ പോകാനുണ്ടാവുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് എന്തോ ദിവസം അയച്ചില്ല കേട്ടോ. അപ്പോൾ വെയിറ്റ് പറഞ്ഞെടുക്കാറാണ് ഉള്ളത്. അപ്പോൾ ഇവരെ വെയിറ്റ് എടുക്കുന്ന ഫോട്ടോ വേണം. അത് കാരണം 2 പേരെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഒരാളെ കൊണ്ട് ചെന്ന് ഫോട്ടോ എടുത്ത് വന്ന്, പിന്നെ ആദ്യം ഞാൻ പൊടികൾ വാങ്ങിച്ച് വന്ന്, പിന്നെ ചെന്ന് ഒരാളെ കൊണ്ട് ഫോട്ടോ എടുത്ത്, പിന്നെ വന്ന് അടുത്ത ആളെ കൊണ്ട് ഫോട്ടോ എടുത്ത്, പിന്നെ വന്ന് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് സ്കൂളിൽ നിന്ന് മോൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പാത്രങ്ങൾ വാങ്ങിക്കാൻ ചെല്ലണേന് ചെന്ന് പാത്രങ്ങൾ വാങ്ങിക്കാൻ പോകാൻ നിൽക്കുമ്പോണ്ട് ചേച്ചി വിളിക്കുന്നു, ചേച്ചിയുടെ മൂത്താൾക്ക് പനി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പാത്രങ്ങൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ മോളെയും കൂട്ടി അവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കാണിച്ച് ഒരു 1/2 മണിക്കൂർ ട്രിപ്പിട്ട് അവിടെ കിടന്ന്. അത് കഴിഞ്ഞിട്ട് വന്ന് നാളെ ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ട് മോൾക്ക് വളയൊക്കെ വാങ്ങിക്കണ്ട. അപ്പോൾ പോയിട്ടൊന്ന് അതൊക്കെ വാങ്ങിച്ച് പനിയായത് കാരണം പിന്നെ ചേച്ചിയൊക്കെ വന്ന് കഴിയുമ്പോൾ 7 മണി കഴിയും. പിന്നെ അവർ മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് വളയൊക്കെ വാങ്ങിച്ച് വന്ന് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു 5:30 ഒക്കെ ആവാനായിട്ടുണ്ട്. വന്നു കഴിഞ്ഞ് ഇപ്പോൾ കാശി ഉറങ്ങുകയാണ്. വന്ന വഴി തന്നെ ആളെ ഉറങ്ങിപ്പോയി. ഇന്ന് ഫുട്ബോളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ക്യാഷിന് എഴുന്നേറ്റപ്പോൾ അവന് പാല് വേണമെന്നുണ്ട് കരച്ചില്ല. അപ്പം ഞാൻ അവന് പാല് കൊടുത്തതാണ്. ഞാൻ അവിടെ കിടന്നു ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ഞാനൊന്ന് കണ്ണു മളിപ്പോയി. പിന്നെ എന്തായിരുന്നു, പിന്നെ എഴുന്നേറ്റ് കുറുക്കുണ്ടാക്കി ഇവർക്ക് കൊടുത്ത് പിന്നെ എപ്പോഴാണൊന്നും ഇരുന്നത്. അതാണ് നമ്മുടെ വീഡിയോ ഇത്ര ലേറ്റ് ആയത്. ഇത് കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡേ 6 ഞാൻ നട്ടതിരിഞ്ഞു പോയൊരു 6 ആയിപ്പോയി, വല്ലാത്തൊരു 6 ആയിപ്പോയി. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ.